വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അന്നേരം സത്യാമ്മ വരില്ലേ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ വിഷ്ണുവിന് അങ്ങ് മുഖം വല്ലാതാവുകയാണ്. അന്നേരം രാഘവനാർ പറയുന്നുണ്ട്, സാന്നിധ്യം കൊണ്ടല്ലോ അല്ലല്ലോ അനുഗ്രഹം വേണ്ടത്, മനസ്സുകൊണ്ടും അനുഗ്രഹമാകാമല്ലോ എന്ന്. അന്നേരം സത്യഭാമയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഘവനാർ ഉദ്ദേശിച്ചത്. തുടർന്ന് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാമെന്ന് പറയുമ്പോൾ സമയമൊക്കെ നോക്കിയല്ലോ എന്ന് രാഘവനാർ ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ നോക്കി രാഘവേട്ടാന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നും പറഞ്ഞ് ശാരദാമ്മ നിൽക്കുമ്പോൾ ശാരദാമ്മ തന്നെയാണ് അതിന് ഏറ്റവും പറ്റിയ ആളെന്ന് പറഞ്ഞ് അങ്ങ് അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. അവിടെ ഒരു മേശപ്പുറത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, വിളക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശാരദാമ്മ വിളക്ക് കൊളുത്തുകയാണ്. അങ്ങനെ ഉദ്ഘാടനം കഴിയുന്നുണ്ട്. തുടർന്ന് തട്ടത്തിലേക്ക് പിന്നെ കർപ്പൂരമൊക്കെ കത്തിച്ച് അത് ആരതിയൊക്കെ ഒഴിഞ്ഞ് എല്ലാവർക്കും തൊട്ട് ഒഴുവാനൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്, നടുക്കടലിൽ നിൽക്കുകയാണ്, അവരെ രക്ഷിക്കണേ, കാത്തുകൊള്ളണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ശേഷം കമലം പറയുന്നുണ്ട്, ഇനി ശരിക്കുള്ള ഉദ്ഘാടനം തുടങ്ങിയാലോ എന്ന്. അന്നേരം ശരിക്കുള്ള ഉദ്ഘാടനമോ എന്നും പറഞ്ഞ് വിഷ്ണു നോക്കുമ്പോൾ അല്ല കഴിച്ചു തുടങ്ങാം എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ തന്നെ ചിരിക്കുകയാണ്. തുടർന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അർജുനും രാഘവൻ നായരും ശാരദാമ്മയും വിജിലയും പിന്നെ അവരുടെ ഡ്രൈവറും എല്ലാവരും ഇരിക്കുകയാണ്. വിഷ്ണുവും ശാലിനിയും ചേർന്ന് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ട്. അതിന് മുന്നേ എന്ത് വേണം എന്നിങ്ങനെ അച്ഛൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഉള്ളത് എന്തായാലും മതി, ഇവിടെ നിന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി ഇന്നലെ വയറ് കാലിയാക്കി ഇട്ടതാണ് എന്നിങ്ങനെ രാഘവനാർ പറയുന്നുണ്ട്. തുടർന്ന് എല്ലാവർക്കും ശാലിനി ദോശ ചുട്ട് കൊടുക്കുകയാണ്. തുടർന്ന് എങ്ങനെയുണ്ട് അച്ഛാന്ന് ചോദിക്കുമ്പോൾ ഇത് മോളെ എന്നും ഉണ്ടാക്കുന്നത് പോലെ അല്ല എന്ന് ആദ്യം പറയുമ്പോൾ ശാലിനി ഒരു നിമിഷം ശങ്കിക്കുകയാണ്. അതിനേക്കാൾ സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് രാഘവനാർ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. തുടർന്ന് അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ശാലിനി ശാരദാമ്മയോട് ചോദിക്കുകയാണ്. അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറയുമ്പോൾ ഈ നിങ്ങൾ റെസ്റ്റോറൻറ്റിന് എൻ്റെ പേരിട്ടപ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് കഴിച്ചപ്പോൾ ബോധ്യമായി, ഒരാശങ്കയും വേണ്ടാന്ന് എനിക്ക് ബോധ്യമായി, കുടുംബശ്രീയുടെ മാനം വിഷ്ണുമോൻ കാത്തു എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അത് എല്ലാവർക്കും സന്തോഷമാണ്. തുടർന്ന് എല്ലാവർക്കും നിർബന്ധപൂർവ്വം വീണ്ടും ഓരോ ദോശയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ട എന്നൊക്കെ രാഘവനാർ പറയുന്നുണ്ട്, വയറ് പൊട്ടാറായി എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം രാഘവൻ നായർ ഒരു 500 നോട്ടെടുത്ത് വിഷ്ണുവിന് നേരെ നീട്ടുകയാണ്. ദാ മോനെ എന്നും പറഞ്ഞു. അന്നേരം അച്ഛ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഇത് കൈനീട്ടമാണ്, മോൻ വാങ്ങെന്ന് പറയുന്നുണ്ട്. അന്നേരം കൈനീട്ടം ആയിക്കോട്ടെ, എനിക്ക് കഴിച്ചതിൻ്റെ കാശ് മതി എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം അത് ശരിവെക്കുന്നുണ്ട് ശാരദാമ്മയും. അതെ, കഴിക്കുന്നവരുടെ മനസ്സിൻ്റെ നിറവാണ് വേണ്ടത്, പൈസയിലുള്ള കൂടുതലല്ല വേണ്ടത്, എന്നാലും അച്ഛൻ തന്നതല്ലേ, അത് വാങ്ങുമോനെ, കൈനീട്ടമല്ലേ, കൈവിട്ട് കളയണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് വാങ്ങട എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ സ്ഥാനം, അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ഇതിൻ്റെ സ്ഥാനം ദൈവങ്ങളുടെ മുമ്പിലായിരിക്കണം, അത് ചിലവാക്കി കളയരുത് എന്ന് പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, 50 രൂപയുമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയതാണ് രാഘവൻ നായർ, എന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അന്ന് ഈ അച്ഛൻ്റെ മനസ്സിൽ ഒരു തീ പൊരി ആയിരുന്നെങ്കിൽ നിൻ്റെ മനസ്സിൽ തീയാണ്, മോൻ നന്നാവും, അച്ഛനേക്കാൾ നന്നാവും എന്ന് പറഞ്ഞ് അത് കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആ കാശ് വാങ്ങിയ ശേഷം ഇങ്ങനെ കണ്ണിലൊക്കെ തൊഴുതിട്ട് അനുഗ്രഹം വേണമെന്നും പറഞ്ഞ് രാഘവൻ നായരുടെ കാലൊക്കെ തൊഴുകയാണ്. അതിനുശേഷം ആ പൈസ കൊണ്ടുപോയി ദൈവങ്ങളുടെ മുന്നിലേക്ക് വിഷ്ണു വയ്ക്കുന്നുണ്ട്. ഇന്നേരം ആ സമയത്താണെങ്കിൽ വിജില രഹസ്യമായിട്ടാണ് കമലിനോട് സംസാരിക്കുന്നത്. എടാ കാശ് കൊടുക്കടാന്ന്. അന്നേരം അത് ചേച്ചി അത് നിനക്കൊരു മാനക്കേടല്ലേ, നമ്മൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ, നിനക്കതൊരു അപമാനമല്ലേ, പിന്നെ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അരിയാട്ടലും ദോശ ചുടിയിലും വെറോട്ടയ്ക്ക് മാവ് കുഴക്കലും വിറവ് കീറലും അങ്ങനെ എന്തെല്ലാം ക്രെഡിറ്റ് കാർഡുകൾ എൻ്റെ കയ്യിലുണ്ട്, ഇവിടെ നീ എൻ്റെ അഭിമാനം കാക്കണം എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് വിജില ആണെങ്കിൽ ഒരു 100 രൂപ നോട്ടെടുത്ത് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ദാ ഇത് വെച്ചു വിഷ്ണു, അവൻ്റെയും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ വിജില ഇത്, നിങ്ങൾ ചെയ്ത ജോലിക്ക് ഞാൻ അങ്ങോട്ടല്ലേ കാശ് തരേണ്ടതെന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അതിനെ കൈനീട്ടമാണ്, വിഷ്ണു വച്ചോ എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് നിർബന്ധപൂർവ്വം വെച്ചു കൊടുക്കുകയാണ്. വിഷ്ണു വാങ്ങുന്നുമുണ്ട്. അന്നേരം കമലം പറയുകയാണ്, ആശാനെ ആ 100 രൂപയ്ക്ക് പിന്നിൽ ഒരുപാട് കെട്ടുകഥകൾ, ഒരുപാട് ആശങ്കകളും പരാതികളും ഒക്കെ ഉണ്ട് എന്ന്. എന്നിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ കമലം പറയുകയാണ്, എടി ചേച്ചി അത് വിഷ്ണു ആശാൻ വെറുതെ പറഞ്ഞതാണ്, നിന്നെ കെട്ടിച്ചു വിടാമെന്ന്, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പോടാന്നൊക്കെ വിജില പറയുന്നുണ്ട്. തുടർന്ന് എല്ലാവരും കൂടി അങ്ങ് ചിരിക്കുകയാണ്.
തുടർന്ന് ശാലിനിയാണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ അകത്ത് പോയിട്ട് ഒരു ഭക്ഷണപ്പൊതി എടുത്തുകൊണ്ട് വന്ന് രാഘവൻ നായരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതാ അച്ഛാ ഇത് വെച്ചോ എന്ന് പറയുമ്പോൾ മോളെ ഞങ്ങളെല്ലാവരും കഴിച്ചല്ലോ പിന്നെ എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഇത് സത്യാമ്മയ്ക്കാണ് മകൻ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുമ്പോൾ അമ്മയ്ക്കുള്ള സമ്മാനമാണെന്ന് പറയുമ്പോൾ വിഷ്ണുവിനും അങ്ങ് സന്തോഷമാവുകയാണ്. അന്നേരം സ്നേഹത്തിന് എങ്ങനെയാണ് അച്ഛാ കാശ് വാങ്ങുന്നത് എന്നും കൂടി ശാലിനി ചോദിക്കുന്നുണ്ട്. തുടർന്ന് എന്നാ അച്ഛാ നമുക്ക് ഇറങ്ങാമെന്ന് അർജുൻ പറയുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട് ഞാനും ഇറങ്ങുകയാണെന്ന്. അന്നേരം ആദ്യ ദിവസമായിട്ട് അമ്മയും കൂടി അങ്ങ് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഹോട്ടലിൽ ശാന്തയും രാജിയും മാത്രമേ ഉള്ളൂ. ശാരിയുടെ കാര്യമൊക്കെ മോൾക്ക് അറിയാമല്ലോ. പിന്നെ ഇപ്പോൾ ഹോട്ടൽ ഇത് തുടങ്ങിയപ്പോൾ നിങ്ങളൊരു കാര്യം ഓർമ്മ വച്ചേക്കണം, നമുക്ക് എന്ത് ബുദ്ധിമുട്ടായാലും കടയെന്നും തുറന്നിരിക്കണം, അതാണ് ഒരു വിശ്വാസം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് സന്തോഷത്തോടു കൂടി എല്ലാവരും അവിടെ നിന്ന് പിരിയുകയാണ്. തുടർന്ന് എല്ലാവരും അങ്ങ് പോയ ശേഷം ശാലിനി മാത്രം ആവുകയാണ്. അന്നേരം വിഷ്ണുവിനെ കാണിക്കുന്നില്ല അവിടെ. ശാലിനി ഇങ്ങനെ ഗ്ലാസ്സൊക്കെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ സുസ്മിത വരികയാണ്. സുസ്മിത ഇങ്ങനെ വിരൽ ഞൊടിച്ച് ശാലിനിയെ വിളിക്കുകയാണ്. അന്നേരമാണ് ശാലിനി കാണുന്നത്. എന്നിട്ട് ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ നീ ഒരുപാട് തവണ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാനൊന്ന് വിളിച്ച് നോക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് പരിഹസിച്ചങ്ങ് സുസ്മിത സംസാരിക്കാൻ തുടങ്ങിയാണ്. അതിനുശേഷം സുസ്മിതയാണെങ്കിൽ ആ ഒരു കസേര നീക്കിയിട്ടിട്ട് അങ്ങോട്ടത്തേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് ഒരു ചായ എടുക്കടി ചായക്കടക്കാരി എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഒരക്ഷരം മിണ്ടുന്നില്ല. ശാലിനി പോയി ചായ ഇടാൻ തുടങ്ങുകയാണ്. അന്നേരവും സുസ്മിത അങ്ങ് സംസാരിച്ച് തകർക്കുകയാണ്. വിഷ്ണുവേട്ടൻ വീട്ടിലേക്ക് വന്ന് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് സത്യാമ്മയെ ഭാമാൻ്റിയെ ക്ഷണിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ കരുതി 5 സ്റ്റാറോ 3 സ്റ്റാറോ അങ്ങനെ ഏതെങ്കിലും ഹോട്ടലായിരിക്കുമെന്ന്. അതൊക്കെ തുടങ്ങാനായിട്ട് നീ സമ്മതിക്കരുത് എന്ന് പറയുന്നത് ഒരു തെരുവോരത്ത് ഒരു തട്ടുകട, ആ ഒരു അഴുക്ക് ചാലിൽ കിടക്കുന്ന ഒരു കൃമി നീയും എന്നൊക്കെ പറഞ്ഞ് സുസ്മിത വളരെ പുച്ഛിച്ചങ്ങ് സംസാരിക്കുകയാണ്. പക്ഷേ ശാലിനിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങ് ചായ ഇടുകയാണ്. തുടർന്നും സുസ്മിത ചോദിക്കുന്നുണ്ട്, നീ കുടുംബശ്രീ ഹോട്ടലല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ടോ? സ്വപ്നത്തിലെങ്കിലും കണ്ടിട്ടുണ്ടോ? എങ്ങനെ കാണാനാണ്? അവിടെ ഒരു തവണയെങ്കിലും കയറിയാലെങ്കിലേ എങ്കിലല്ലേ അത് സ്വപ്നത്തിലെങ്കിലും നിനക്ക് കാണാൻ കഴിയുള്ളൂ. വിഷ്ണുവേട്ടൻ നിന്നെ കല്യാണം കഴിച്ചോടുകൂടി പെരുവഴി ആധാരവുമായി, പിന്നെ കയ്യിലാണെങ്കിലോ ആരാണ്ട് ഒരു കുഞ്ഞും. ഇതൊന്നും നിന്റെ കുറ്റം കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത ദേഷ്യപ്പെടുകയാണ്. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി, ഇങ്ങോട്ട് കൊണ്ടുപാടി എന്നൊക്കെ ദേഷ്യപ്പെടുമ്പോൾ ശാലിനിയാണെങ്കിൽ ചായ കൊണ്ടുവന്ന് സുസ്മിതയ്ക്ക് നേരെ നീട്ടിയിട്ട് ദാ ചായ എന്നും പറഞ്ഞ് നീട്ടുകയാണ്. ശാലിനി അന്നേരവും സംസാരിക്കുന്നില്ല. തുടർന്ന് ശാലിനി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ സുസ്മിത വീണ്ടും കയർക്കുകയാണ്. ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കൊന്നും മിണ്ടാനില്ലേടി എന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് വീണ്ടും സുസ്മിത അങ്ങ് തകർക്കുകയാണ്. നീ ഇപ്പോഴെന്തായാലും തോൽവി സമ്മതിച്ചല്ലോ, അതാണ് നിനക്ക് മിണ്ടാൻ പറ്റാതെ എൻ്റെ മുമ്പിൽ വായും പൂട്ടി നിൽക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ കായലരികത്ത് ഒരു തട്ടുകടയും തുറന്നു വെച്ചിട്ട് ഒരു പേപ്പെട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ല നിൽക്കുമ്പോൾ നിനക്ക് നിന്റെ തോൽവി മനസ്സിലായല്ലോ. പിന്നെ നിൻ്റെ അമ്മ വലിയൊരു കച്ചവടക്കാരിയല്ലേ, കടയിലേക്ക് വന്ന് കയറുന്നത് എത്ര അഭിമാനമില്ലാത്തവളായാലും ഒരക്ഷരം മിണ്ടാതെ സ്വീകരിക്കണം എന്നൊക്കെ അമ്മ പഠിപ്പിച്ച് കാണും എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ശാലിനി മിണ്ടുന്നില്ല. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ചായ ഒരു പ്രാവശ്യം കുടിക്കുന്നുണ്ട്. തുടർന്ന് ഇങ്ങനെ ശാലിനി നോക്കിയിട്ട് അതൊന്നുകൂടി കുടിച്ചിട്ട് എന്തോന്ന് ഊള ചായ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് തറയിലേക്ക് ഒഴിച്ച് കളയുകയാണ്. എന്നിട്ട് എന്നാ പിടിക്കടി എന്നും പറഞ്ഞ് ഗ്ലാസ് നീട്ടുകയാണ്. തുടർന്ന് ശാലിനി അതങ്ങ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് സുസ്മിത അങ്ങ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ശാലിനി ഇങ്ങനെ വിരഞ്ഞൊടിക്കുകയാണ്. എന്നിട്ട് സ്വിച്ച് ഇട്ട പോലെ സുസ്മിത തിരിഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി അടുത്തേക്ക് ചെന്നിട്ട് കൈ നീട്ടുകയാണ്. ക്യാഷ് എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്തെന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പം കുടിച്ച ചായയുടെ ക്യാഷ് എന്ന് പറയുകയാണ്. അന്നേരം അതിന് ഞാൻ കുടിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയണ്ട, ഞാൻ നിൻ്റെ കയ്യിലേക്ക് ചായ തന്നു, നീ അത് കുടിച്ചോ കമഴ്ത്തിയോ എറിഞ്ഞോ എന്നൊന്നും അറിയണ്ട, ക്യാഷ് തന്നിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് നിൽക്കുകയാണ്. അന്നേരം 10 രൂപയല്ലേ ഇപ്പം തരാമെന്നും പറഞ്ഞ് സുസ്മിത തൻ്റെ പോക്കറ്റിൽ തപ്പുകയാണ്. പക്ഷേ സുസ്മിതയാണെങ്കിൽ പേഴ്സ് എടുത്തിട്ടില്ല. 2 പോക്കറ്റിലും തപ്പുമ്പോഴും പൈസ കിട്ടുന്നില്ല. അന്നേരം ഞാൻ കാശ് എടുക്കാനായിട്ട് മറന്നു പോയി എന്ന് പറയുകയാണ്. അന്നേരം കാശ് തരാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് ശാലിനി പറയുന്നുണ്ട്. അതിനെന്താ ഞാൻ ഫോൺ വഴി പേ ചെയ്യാം എന്ന് പറയുകയാണ്. അന്നേരം അതിനുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്ന് ശാലിനി പറയുന്നുണ്ട്. എങ്കിൽ കാർഡ് തരാം എന്ന് പറയുമ്പോൾ കാർഡ് റീഡ് ചെയ്യാനായിട്ടുള്ള മെഷീൻ എൻ്റെ അച്ഛൻ UK നിന്ന് രാജശേഖരൻ നായർ കൊണ്ടുവച്ചിരിക്കുന്നോടി എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എൻ്റെ കസ്റ്റമറാണ്, മാന്യമായിട്ട് പെരുമാറണം, ഐ ആം ദി കിങ് എന്നൊക്കെ സുസ്മിത പറയുകയാണ്. അന്നേരം പക്ഷേ അത് കാശ് തന്ന് പേയ്മെൻറ്റ് നടത്തുന്ന കസ്റ്റമറാണ് രാജാവ്,
കസ്റ്റമറിനോട് മാന്യമായിട്ട് പെരുമാറണം എന്നൊക്കെ എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ മാന്യമായിട്ട് പെരുമാറിയത്. പക്ഷെ നീ കാശ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ ആ രാജാവ് ഞാനിങ്ങ് ആയിക്കഴിഞ്ഞു, നിന്റെ ചെങ്കോലും കിരീടവും ഒക്കെ ഞാനിങ്ങ് എടുത്തു കഴിഞ്ഞു, ഐ ആം ദി ബോസ് എന്നിങ്ങനെ ശാലിനി തിരിച്ചു പറയുകയാണ്. അന്നേരം പിന്നെ ഞാൻ എങ്ങനെ കാശ് തരണമെന്ന് ഞാൻ ഇത് കടമായിട്ട് വെച്ചോ, ഞാൻ പിന്നെ തന്നോളാന്ന് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം അതൊന്നും പറ്റില്ല, നീ കുടിച്ച ചായക്ക് അത് കാശ് തന്നേക്കും, ഊളച്ചായക്ക് ഊളച്ചായ അതുപോലെ തന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ പിന്നെ നീ എങ്ങനെ എന്നിൽ നിന്ന് ഈടാക്കാൻ നോക്കുന്നു ചോദിക്കുമ്പോൾ നീ കുടിച്ച ഈ ഗ്ലാസ് അടക്കം ഇവിടുത്തെ എല്ലാ ഗ്ലാസ്സുകളും നീ കഴുകി തരണം എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം പിന്നെ 10 രൂപയ്ക്ക് വേണ്ടി നിന്റെ ഈ ആക്രി കടയിലെ ഗ്ലാസ് ഞാൻ വന്ന് കഴുകാൻ പോകണം, നീ എന്നെ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ നിൽക്കടിയെന്നും പറഞ്ഞ് സുസ്മിതയെ ശാലിനി പിടിച്ചു നിർത്തുകയാണ്. നിന്നെ ഞാനേ ഈ കായലിൽ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തും, സത്യമായി ഞാനത് ചെയ്യും. 10 രൂപയ്ക്ക് ഇല്ലാഞ്ഞിട്ടല്ലേ നീ ഇപ്പോൾ എൻ്റെ വിഷ്ണുവേട്ടനെ കുറിച്ചും എൻ്റെ അമ്മയെക്കുറിച്ചും എന്നെയും ഒക്കെ ഇവിടെ ഛർദ്ദിപ്പിച്ചത്, കാര്യങ്ങൾ ഛർദ്ദിച്ചത്. പക്ഷേ അതേപോലെ നിന്നെ ഈ കായലിൽ ചവിട്ടി താഴ്ത്തുക തന്നെ ചെയ്യും. ഇത് കാർഡ് എടുക്കുമോ, ഫോൺ വഴി പേയ്മെൻറ്റ് ഉണ്ടോയെന്നൊക്കെ നീ ആദ്യമേ തിരക്കണമായിരുന്നു, അതൊക്കെ നിൻ്റെ തെറ്റാണ്, കഴുകിയിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റൂ, കഴുകിടി എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ സുസ്മിത ആകെ ഭയം നയിക്കുകയാണ്. കഴുകിയേ പറ്റുള്ളൂ എന്ന് സുസ്മിതയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് ഞാൻ കഴുകിക്കോളാം എന്നിങ്ങനെ പേടിച്ച് ശാലിനിയുടെ വിരട്ടലിൽ സുസ്മിത സമ്മതിക്കുകയാണ്. തുടർന്ന് അവിടെ പോയിരുന്ന് കഴുകുമെന്ന് പറഞ്ഞ് സ്ഥലം ചൂണ്ടി കാണിച്ചു വിടുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ഈ ഗ്ലാസ് പിന്നെ ആര് വന്ന് കഴുകുമെന്നും പറഞ്ഞ് സുസ്മിത ചായ കുടിച്ച ഗ്ലാസ് ശാലിനിയുടെ കയ്യിലിരിക്കുകയാണ്. അന്നേരം അതും ശാലിനി വാങ്ങിക്കൊണ്ട് കഴുകാനായിട്ട് പോവുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ആ ഗ്ലാസ് കഴുകാനായിട്ട് ശാലിനി പറഞ്ഞ ഭാഗത്തേക്ക് പോവുകയാണ്, കായലിൻ്റെ ഒരു സൈഡിലേക്ക്. അന്നേരം ശാലിനി ആണെങ്കിൽ പറയുന്നുണ്ട് ആ ഗ്ലാസ് മുഴുവൻ കഴുകണമെന്ന്. അന്നേരം കുറേ പേര് ചായ കുടിച്ചിട്ട് ഒരു ഗ്ലാസ് അവിടെ ഇരിപ്പുണ്ട്. അന്നേരം ശാലിനി ആണെങ്കിൽ ബെഞ്ചിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കാലുമേറ്റി ഇരിക്കുന്നുണ്ട്. സുസ്മിത ആ തറയിലിരുന്ന് ഗ്ലാസ് കഴുകാനായിട്ട് തുടങ്ങുകയാണ്. അന്നേരം വിജയിച്ച മട്ടിൽ ശാലിനി ചോദിക്കുകയാണ്, നീ നേരത്തെ എന്താണ് പറഞ്ഞത്, സെൻട്രലൈസ്ഡ് AC ഒക്കെ ബാറ് ഹോട്ടലും ഒക്കെയുള്ള അവിടെ ജോലി ചെയ്യുന്നത് ഒരു അന്തസ്സാണെന്നല്ലേ? ഞാനാണെങ്കിൽ അഴുക്ക് ചാലിലെ കൃമിയും പിന്നെ ഇത് വഴിയോരത്തെ ഒരു തട്ടുകടയുന്നല്ലേ? നീ ഇപ്പോൾ നിന്റെ അവസ്ഥ എങ്ങോട്ട് ആലോചിച്ച് നോക്കിക്കോ, ആ കൃമിയുടെ അസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സുസ്മിതയാണെങ്കിൽ ആകെ അപമാനിക്കപ്പെട്ട് ഓരോ ഗ്ലാസ്സും ഇന്നങ്ങ് കഴുകുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ആ ഗ്ലാസ്സിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ പോറലോ പൊട്ടലോ എന്തെങ്കിലും സംഭവിച്ചാലും നിന്റെ ചെകിടടിച്ച് ഞാൻ പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വളരെ ശ്രദ്ധാപൂർവ്വം സുസ്മിത അങ്ങനെ അവിടെ തറയിലിരുന്ന് ഓരോ ഗ്ലാസ്സായിട്ട് കഴുകുകയാണ്. പക്ഷേ അതല്ലാതെ സുസ്മിതയ്ക്ക് അവിടെ വേറെ നിവർത്തിയില്ലല്ലോ. അന്നേരം ഇത് കണ്ടുകൊണ്ട് വിഷ്ണു വരികയാണ്. ആ സൈഡിൽ നിന്നൊക്കെ വാങ്ങാൻ പോയിട്ട് വിഷ്ണു വരികയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് വിഷ്ണു വരുന്നത്. ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനും ആ കാഴ്ച കണ്ട് സന്തോഷമാവുക തന്നെ ചെയ്യും. പിന്നീട് ഇനി നാളത്തെ എപ്പിസോഡ് ബാക്കി സത്യഭാമ ഭക്ഷണം കഴിക്കുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡും. പിന്നെ ആ ഫോൺ കോൾ, രോഹിത്തിൻ്റെ ഫോൺ കോളും ഒക്കെ ഉടൻ തന്നെ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.